അപ്പൊ ശരിക്കും നമ്മുടെ സംസ്ഥാനം കടക്കെണിയിൽപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ കടക്കെണിയാണ്. ഇതിപ്പോ കാണുന്ന കടം ഇപ്പൊ ഓരോ കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കടത്തിലാണ്. പല സ്ഥാപനങ്ങളും തകർന്നു തുടങ്ങി. കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരണം. കേരളത്തിന് ഇപ്പോൾ ആകെയുള്ള കടം എത്ര? അതിനുള്ള ഉത്തരം ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം ആകെ കടം 4,71,091 കോടി 30 ലക്ഷം രൂപ. ഇത് എത്രമാത്രം വലിയ കടമാണ്? കടത്തിന്റെ വലിപ്പം നോക്കുന്നത് സംഖ്യ എടുത്തല്ല, ഒരു നാട്ടിൽ ആകെയുള്ള ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം എന്ന് നോക്കിയാണ്. ഡെറ്റ് ടു GDP റേഷ്യോ എന്നും പറയും. കേരളത്തിന് മൊത്തം ഉൽപാദനത്തിന്റെ 33.8% കടം. മൊത്തം ഉൽപാദനത്തിന്റെ 33.8% കടമെന്ന് കേട്ടാൽ അത് കൂടുതലാണോ കുറവാണോ ആർക്കും സംശയം വരും. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുകയാണ് അത് വ്യക്തമാക്കാനുള്ള വഴി. ജമ്മു കശ്മീരിനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ നിരക്ക് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പട്ടികയിൽ 4ാം സ്ഥാനത്ത് പഞ്ചാബാണ്. ഉൽപാദനത്തിന്റെ 44.5% കടം. പിന്നാലെ ഹിമാചൽ 40.5%, മിസോറാം 38.8%, സിക്കിം 38.2%, പശ്ചിമ ബംഗാൾ 38%, മേഘാലയ 37.6%, ബീഹാർ 37%, രാജസ്ഥാൻ 36.5%, ത്രിപുര 35%, ആന്ധ്രാപ്രദേശ് 35%, കേരളം 33.8%. അതായത് കേരളത്തിന് മുന്നിൽ 13 സംസ്ഥാനങ്ങളുണ്ട്. കേരളം 14ാം സ്ഥാനത്താണ്. ഇതുവരെ കേരളത്തെക്കുറിച്ച് കേട്ടിരുന്ന നറേഷനിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ? നമുക്ക് കടമുണ്ട്, ഇവിടെ കാര്യമായ ഉൽപാദനവുമില്ല. എന്നിട്ടും മറ്റ് 13 സംസ്ഥാനങ്ങളെക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് കേരളം.